ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ കുറിച്ച് സന്തോഷിക്കാനുള്ള ആ ഹബീബിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഈമാൻ നമുക്ക് വേണമെങ്കിൽ ഹബീബിന് കൊടുക്കേണ്ട ആ ബഹുമാനങ്ങളും ആദരവുകളും നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് ചെറിയൊരു ആനുമാനി തൂക്കം അതിന് പോലും മാറ്റമില്ലാത്ത രൂപത്തിൽ ഉണ്ടായാലേ അത് നടക്കുന്നു. എത്രയോ ആളുകൾ ഇന്നും ഈ ഭൂലോകത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ അവരും അതിന് തെളിവായി പറയുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. ആയത്ത് പിന്നെയുണ്ട്, അവർ ഓതുന്നത് അത്രയാണ്. ഇന്നമാ അന ബശറും മിഥ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യരാണ് എന്നാണ് അതിന്റെ മീനിങ്. അതിന്റെ അർത്ഥം അതാണ്. അത് ആ ആയത്തിങ്ങനെ ഓതിയിട്ട് ഹബീബായ നമ്മൾക്ക് വലിയ പ്രത്യേകമായ സ്ഥാനമൊന്നുമില്ല, നമ്മളെ പോലത്തെ ഒരു മനുഷ്യരാണ്, നമ്മളെപ്പോലെ ആമിന ബിബിയും അബ്ദുള്ളയും അവർക്കുണ്ടായ ഒരു പുത്രനാണ്, ഒരു മകനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെയും അത് പറയുകയും അത് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ക്ലാസ് എടുത്ത് നടക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ആയത്ത് പിന്നെ അല്ലെ, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യരാണ്, റസൂലുള്ളാഹി ഞങ്ങൾ മഹാന്മാരായ ഞാനെന്റെ ഉദാഹരണത്തിൽ ഇപ്പോ നിങ്ങളെ മുന്നിൽ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഇയാൾക്ക് പുതിയ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയും. അത്ര പറഞ്ഞ ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാല് നിങ്ങളുടെ മനസ്സിലൊരു അവസ്ഥാനം എന്തോ ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഇത് പറയേണ്ട വിഷയമാണ്. മനുഷ്യനെന്ന് എല്ലാവർക്കും അറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പിന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ പറയുമ്പോ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോന്നൽ വന്നില്ലെങ്കിൽ, സ്ഥാനം എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊരു തോന്നൽ വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കാരണം നമ്മുടെ ബുദ്ധിയല്ലേ, ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റിയ വിഷയമാണ്. ഖുർആനിൽ അത്ര മാത്രമല്ല ആയത്തുള്ള പിന്നെയുണ്ട്. മനുഷ്യനാണ് പിന്നെ പറഞ്ഞ് യൂഹാ ഇലയ്യ എന്ന് ഖുർആൻ അതിനപ്പുറം അതേ ആയത്തിൽ അപ്പുറം പറയുന്ന വിഷയം. ഞാൻ നിങ്ങളെ പോകുന്ന മനുഷ്യനാണ്, പ്രത്യേകതയുണ്ട്, എനിക്ക് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ വഹ്യി ലഭിക്കാറുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്, ജിബ്രീലിനെ ഞാൻ കാണാറുണ്ട്. നമ്മ ഇന്നുവരെ ഒരു മലക്കിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇന്നുവരെ ഒരു മലക്കിനെ കണ്ടിട്ടുണ്ടോ? മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു അടക്കം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം തർക്കം പിടിച്ചതാണ്. നബിയെ, എനിക്ക് ജിബ്രീലിനെ കാണണോ എന്നൊരു തർക്കം മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കറാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അപ്പയാണ്. മഹാനവരുകൾ അങ്ങനെ തർക്കം പിടിച്ചതാണ്. എനിക്ക് തോന്നുന്നു ജിബ്രീലിനെ കാണണോ. ഹബീബായ തങ്ങൾ പറഞ്ഞു പറ്റൂല, കാണാൻ പറ്റൂല, താങ്ങാൻ പറ്റൂല. റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്ന സമയത്ത് പനി പിടിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ മുസ്സമ്മിൽ, അല്ലെ, ഖദീജ ബീവിയെ വിളിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വന്ന ഒരു അവസ്ഥയുണ്ട്. പനി പിടിച്ചിട്ട് അങ്ങനെ പുതപ്പിട്ട് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഒരു പുതപ്പിട്ട് ഇങ്ങനെ ഓടിയതാണ്. പനി വന്നപ്പോൾ പനി പിടിച്ചിട്ടുണ്ട്. അപ്പൊ യാ അയ്യുഹൽ മുസ്സമ്മിൽ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകനായ നബിയെ. അങ്ങനെ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു ഹബീബായ ഞങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ഇല്ല, പറ്റൂല ഹംസ, താങ്ങാൻ പറ്റൂല, കാണാൻ പറ്റൂല. അങ്ങനെയുള്ള ഹബീബായ തങ്ങളെ കുറിച്ചാണ് കുറെ ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്ക് ഹബീബായ തങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂല.
എന്തിനധികം മനസ്സിലാക്കാൻ ഇത് മതിയാവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് മതി. റസൂലുള്ളാഹി തങ്ങൾ സാധാരണക്കാരനല്ല. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമ്മുടെ തൗഹീദ് അത് ഒതുങ്ങൂല. അതോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ ഒരു വിശ്വാസം, ആ ഒരു വാക്ക് നമ്മുടെ നാവിലും നമ്മുടെ കൽബിലും കടന്നു വന്നാൽ മാത്രമേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഈമാൻ, തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുള്ളൂ എന്നതാണ്. എത്രയോ സ്വയ്യായ ഹദീസിൽ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നി ലസ്തു മിഥലക്കും. വേറൊരു ഹദീസിൽ കാണാം, ഇന്നി ലസ്തു കഹൈഅതി അഹദിൻ മിൻകും. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളുടെ പ്രകൃതിക്കാരൻ അല്ല. എന്റെ പ്രകൃതിക്ക് മാറ്റമുണ്ട്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെ പോലെയുമല്ല. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി നമ്മളിപ്പോ എവിടെ പോയാലും വരുമ്പോ നമ്മളെക്കാളും മുന്നിലും പിന്നിലും നമ്മുടെ നിഴലുണ്ടാവും. റസൂലുള്ളാഹി തങ്ങൾക്ക് നിഴലില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന് നിഴലില്ല. അതിന്റെ ഒരു പ്രത്യേകതയില്ല. കാരണം റസൂലുള്ളാഹി നൂറാണ്. റസൂലുള്ളാഹി നൂറാണ്. അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗക നൂർ. ഹബീബായ തങ്ങൾ വെളിച്ചമാണ്. വെളിച്ചത്തിന് ഒരു നിഴലുണ്ടാവും. വെളിച്ചത്തിന് നിഴലില്ല. വെളിച്ചം വരുമ്പോ, സൂര്യന്റെ വെളിച്ചം വരുമ്പോ നമ്മുടെ ബോഡിയിലാണ് നിഴൽ വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആർക്കെങ്കിലും ഉണ്ടോ ഇന്ന് വരെ ജീവിതത്തിൽ നിഴലില്ലാത്ത മനുഷ്യൻ? ഒരേ ഒരാളാണ്, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ രാത്രി എത്രയോ ആളുകൾ വീട്ടിൽ കിടന്നുറങ്ങി വന്ന് പലരോട് ചോദിക്കുമ്പോ പറയും, സാർ ഇന്നലെ ഉറങ്ങിക്കാൻ ഭയങ്കര കൊതുകിന്റെ ശബ്ദമാണ്, കൊതുക് കടിച്ചിട്ട് അല്ലെങ്കിൽ ഈച്ചന്റെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇപ്പൊ ഈച്ചന്റെ കാലാണ് ചോദിച്ചു. ഈച്ചന്റെ നായ എന്താ ചോദിച്ചു? നമ്മളെ പറഞ്ഞ ഇപ്പൊ തുടങ്ങിട്ടോ, അതിനെല്ലാത്തിനും ഒരു കാലുണ്ടല്ലോ, ഓരോ ടൈമും. പറഞ്ഞു അല്ലല്ല, ഭയങ്കര ഈച്ച ഉസ്താദേ, ചോറ് വെക്കാനും പറ്റുന്നില്ല, ചായ വെക്കാനും പറ്റുന്നില്ല, അതിന് വന്നിട്ട് മൂടിയിട്ടായി. ഇതല്ല ഞമ്മടെ അവസ്ഥയാണ്. റസൂലുള്ളാഹി ഞങ്ങൾ 63 കൊല്ലം ജീവിച്ചുവിടെ അല്ലെ. ഈ 63 കൊല്ലത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന്റെ മുകളിൽ ഒരു ഈച്ച ഇരുന്നിട്ടില്ല. ഒരു ഈച്ച ഇരുന്നിട്ടില്ല. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഞമ്മ കൊടുത്തതല്ല, അന്ന് കൊടുത്ത പവറാണ്. ആ ബോഡിന്റെ മുകളിൽ, ആ ശരീരത്തിന്റെ മുകളിൽ ഇരിക്കാൻ പറ്റൂല ഈച്ചക്ക്. കാരണം അത് ശറഫാക്കപ്പെട്ട ഒരു ശരീരമാണ്. ഈച്ച എന്ന് പറഞ്ഞാൽ ചിലപ്പോ ടോയ്ലറ്റിൽ മൂത്രത്തിൽ ഇരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാഷ്ടത്തിൽ ഇരുന്നിട്ടുണ്ടാവും, കച്ചറയിൽ ഇരുന്നിട്ടുണ്ടാവും. അതൊക്കെ വന്നിട്ട് ഇരിക്കാൻ പറ്റിയ ശരീരമല്ല. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അതിന് വലിയ ബർക്കത്തുണ്ട്, അതിന് വലിയ ബഹുമാനമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ കാഷ്ടിച്ചാൽ അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ മൂത്രിച്ചാൽ പിന്നെ ആ ഭൂമിയിൽ നമ്മളെ പോലെ ഇന്നത്തെ ടോയ്ലറ്റ് ഒന്നും അല്ലല്ല. പണ്ടൊക്കെ നമ്മളെ ചെറുപ്പകാലത്തൊക്കെയും വീടിന്റെ പുറത്ത് പോയിട്ട് പുറത്തേക്ക് പോലെന്നല്ല പണ്ട് പറയുന്നത്. പുറത്തേക്ക് പോലും കലായിന് പോലും പുറത്തേക്ക് പോലെന്നാണ് പറയുന്നത്. കല എന്നങ്ങനെ കല, അതിന് അറബിയിൽ പറയുന്ന കല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം, ആരില്ലാത്ത സ്ഥലം കല എന്ന് പറഞ്ഞു. അങ്ങനെ പോകാനാണ് പണ്ട്. എന്തുകൊണ്ട് വായിക്കാൻ തന്നീതൊന്നല്ല. അപ്പോ വിവിധങ്ങൾ മൂത്രിച്ചാൽ, വിവിധങ്ങൾ കാഷ്ടിച്ചാൽ അടിച്ചു വരുമ്പോ ആ സ്ഥലത്തിൽ മൂത്രം ഉണ്ടാവില്ല, കാഷ്ടം ഉണ്ടാവില്ല. മൂത്രമില്ല, കാഷ്ടമില്ല. എന്ത്? അത് ഭൂമി വിഴുങ്ങുന്നതാണ്. ഭൂമി അതിന്റെ ഉള്ളിലേക്കാക്കും, പുറത്ത് വെക്കൂല. അത് ഞമ്മ പണ്ടെല്ലാം പോയാൽ, ഇന്ന് പോയാൽ പിറ്റേന്ന് പോകുമ്പോ ഭയങ്കര ഞമ്മനെ മൂക്കിൽ കൈ വെച്ചിട്ട് പോകണം. ഞമ്മ ഇന്നലെ വന്ന സ്ഥലമാണ്, പക്ഷെ ഇന്ന് പോകാൻ പറ്റുന്നില്ല നമുക്ക്. കാരണം അത് അങ്ങനെ ഉണ്ടാവാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ആ കാഷ്ടവും മൂത്രവും അങ്ങനെയല്ല. അത് ഭൂമിയിലെത്തിയ പാട് ഭൂമി കുടിക്കും. കാഷ്ടാണെങ്കിൽ ഭൂമി അതിനെ വിഴുമ്പും. ഇതൊക്കെയും അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകത. അങ്ങനെ ഒരുപാട് ഇതൊക്കെയും മനസ്സിലാക്കുമ്പോഴാണ്
നമ്മുടെ ഉള്ളിൽ ഹബീബിനോടുള്ള ആ പ്രത്യേകമായ മഹബത്തും സ്വലാത്ത് ചെല്ലാനുള്ള ആവേശവും അവിടുത്തെ പ്രകീർത്തനങ്ങൾ പാടാനും പറയാനുമുള്ള പ്രത്യേകമായ ഒരു ഉത്സാഹം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത് അള്ളാഹു നമുക്കത് മനസ്സിലാക്കാനുള്ള തൗഫീഖും അതുമൂലമായി നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കഴിവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മുടെ ഒരു മുത്താബ് മരിച്ചുപോയി. ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ്. ജ്യേഷ്ഠത്തി ഒരു 2 കൊല്ലം ഞാൻ അവിടെ വന്നതിന് ശേഷം മരിച്ചുപോയതായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഉമ്മാന്റെ ഭർത്താവ് മരിച്ചുപോയി. മുത്താപ്പയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. നല്ലൊരു മനുഷ്യൻ. കാലത്തൊക്കെയും 5 വക്ത് പള്ളി നിസ്കാരത്തിൽ വരും. നല്ല ആരോഗ്യമുള്ള സമയത്തൊക്കെ വന്ന് അടുത്തോനെ എല്ലാ നിസ്കാരത്തിനും പള്ളിയും സുബഹി നിസ്കാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത, നമ്മുടെ സദസ്സിന് ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്തറിയോ? അയാൾ വരുമ്പോ അയാളുടെ കയ്യിൽ ഒരു ടിപ്പിലുണ്ടോ ചെറിയ മറ്റേ ഒരു പാത്രം സ്റ്റീലിൽ അതിൽ ഉസ്താദ്മാർക്കുള്ള ഒരു കട്ടൻ ചായയും ഒരു കയ്യിൽ ഒരു കടിയും. നമുക്ക് ആർക്കില്ല. എപ്പോഴും അയാളെ കണക്കിൽ ഒരു ഓഫർ 10 20-25 കൊല്ലത്തിനധികം ആയി അയാൾ ആ ഒരു പതിവ് ഇങ്ങനെ എത്രയോ ഇന്നലെ മരിച്ച സുബ്ഹാനല്ലാഹ് ഇത്ര കൊല്ലത്തിന് അപ്പുറം വന്ന എല്ലാ ഉസ്താദന്മാരുടെ ദ്വാരങ്ങൾ അയാൾ മരിച്ചത് കേട്ടിട്ടാകുമ്പോ എല്ലാവരും പറയുന്നത് നമ്മൾ ഇന്ന് വരെ വന്നിട്ട് പോകുന്ന പോലെ ഉസ്താമാൻ പോലെ നിൽക്കുന്നില്ല. ഒരു കൊല്ലം 2 കൊല്ലം അപ്പൊ ഉസ്താമാൻ പറയാം ഒരാൾ ദ്വാരം കിട്ടില്ല. അപ്പൊ എല്ലാവരും പറയും ഇന്ന് വരെ ഞങ്ങൾ ആ നാട്ടിലുണ്ടാവുന്ന സുബൈണ്ടാവും കട്ടൻ ചായ, മഴയാവട്ടെ തണുപ്പാവട്ടെ ഏതവസ്ഥയിലും നമുക്കൊരു ചായയും ചെറിയൊരു കടിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് മരിച്ചുപോയത്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസർ എന്ന വെള്ളം ഹബീബിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു അദ്ദേഹത്തിനും അതുപോലെ ഞങ്ങൾക്കും നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വിശ്വാസികൾക്കും നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ നമുക്ക് നല്ല ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. എത്ര കാലം ജീവിച്ചാലും ഒരു ദിവസം മരിച്ചു പോകുമല്ലോ അല്ലാഹ്. ആ മരിക്കുമ്പോ ആളുകൾ മുഴുവനും ഞങ്ങളെ കുറിച്ച് നല്ലത് പറയണം. പടച്ചവനെ നീ നമ്മെ കുറിച്ച് നല്ല ഒരു റഹ്മത്തിന്റെ ഒരു ചിന്താഗതിയിൽ ഞങ്ങളെ നീ ഏറ്റെടുക്കണം. ആ രൂപത്തിലുള്ള ജീവിതം നയിക്കാനും അങ്ങനെ ആ രൂപത്തിൽ അവസാനം നിന്നിലേക്ക് കടന്നു വരാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനൊക്കെയും ഈ സുബഹിന്റെ ജമാഅത്തിലേക്ക് കടന്നു വരുന്നതും ഈ വാദം പറയുന്നതും വാദം കേൾക്കുന്നതും അതിനൊക്കെയും ഒരു കാരണമാക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ സ്നേഹിച്ച എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് വിടവറഞ്ഞു പോയി. പടച്ചോനെ അവരൊക്കെ നല്ലവരായിരുന്നു. ധാരാളം സ്വലാത്ത് ചൊല്ലിയവർ, ധാരാളം സുന്നത്തിനെ ഹയാത്താക്കിയവർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച പറഞ്ഞു തന്ന കൽപ്പിച്ച സർവകാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തവരായിരുന്നവർ. അവരൊക്കെ മരിച്ചുപോയവരോടൊപ്പം ഞങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാൻ. നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല ഹലാലായ മുറാദുകൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരാണ്. എല്ലാവരുടെ ഖൈറായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഗൾഫിൽ മറ്റും അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, നാട്ടിൽ അധ്വാനിക്കുന്നവർ, വാഹനങ്ങൾ ഓടിക്കുന്നവർ, പല രൂപത്തിലുള്ള കച്ചവടം ചെയ്യുന്നവർ, കടലിൽ പോയി അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അർഹമായ രൂപത്തിലുള്ള ഖൈറാത്തുകളും ബറകാത്തുകളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ നമ്മുടെ ദുആ നീ ഇജാബത്തുള്ളതാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ.